മുടി വെട്ടാന്ന് വിചാരിച്ചു. മുടി ഫുള്ള് ഡാമേജ് ആയി കേട്ടോ. മുടിയുടെ അറ്റം വന്നിട്ട് പൊളിഞ്ഞ് പിളിഞ്ഞ് പ്ലിങ്ങായി. എന്താല്ലേ, ഉണ്ണിയും കൊണ്ട് നേരെ മുടി വെട്ടാനായിട്ട് പോയി. ഉണ്ണിയുടെ കാലും കൈയും പിടിച്ച് ഉണ്ണി ഒരുവിധം കൂടെ വന്നു. ക്യാമറാമാനാണ് കേട്ടോ. നേരെ ബെഡ് വെയിലോട്ട്. ബെഡ് വെയിൽ എൻ്റെ മാളുമ പറഞ്ഞു തന്നിട്ടാണ് അങ്ങോട്ടൊന്ന് പോയത് കേട്ടോ. കടക്കിലും ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ടേ. ബെഡ് വെയിലിൻ്റെ അകത്തൊന്ന് കയറി മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ കസ്റ്റമർ സർവീസാ. ഹെയർ കളർ ചെയ്യാനും മുടി വെട്ടാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പ്രത്യേക സെക്ഷനുകളുണ്ട്. അങ്ങനെ ഞാനും ഉണ്ണിയും ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് എന്നെ വെള്ളത്തിലിട്ടൊന്ന് മുക്കിയെടുത്തു. വെള്ളത്തിൽ വീണ കോഴിയെ പോലുണ്ട് കേട്ടോ. ഈ രൂപം കണ്ട് എനിക്ക് തന്നെ ഇറങ്ങി ഓടാൻ തോന്നി. മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് വേറൊരു രൂപം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്നെ എടുത്ത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ മുടിയില്ല എലിവാല് പോലെ ഇരിക്കും. ദേ, ഈ രൂപം കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ആഫ്രിക്കയിൽ പോയോ എന്നൊരു തോന്നൽ. ആഫ്രിക്കക്കാരിയെ പോലില്ലേ. എന്നെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. അവർ മുടിയൊക്കെ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ചെയ്തു. എനിക്ക് സ്ട്രെയിറ്റ് ചെയ്താൽ ഒട്ടും ചേരില്ല. എനിക്ക് എൻ്റെ മുച്ചർ മുടിയാണ് ഇഷ്ടം. എൻ്റെ സ്വന്തം മിച്ചർ മുടി.